എറണാകുളം ജില്ലയിൽ കാക്കനാട് നവോദയ ജംഗ്ഷനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 4.6 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. യൂട്ടിലിറ്റി സൗകര്യം ഉൾപ്പെടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വീടാണിത്. 200 സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. മോഡേൺ കണ്ടംപററി ഡിസൈൻ തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ബസ് റൂട്ടിലേക്ക് വെറും 50 മീറ്റർ മാത്രമാണ് വീട്ടിൽ നിന്നുള്ള അകലം വരുന്നത്. നവോദയ ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം. കങ്ങരപ്പടി ജംഗ്ഷൻ 1 കിലോമീറ്റർ, സിവിൽ സ്റ്റേഷൻ 2.5 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 2.5 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് 3 കിലോമീറ്റർ, എടപ്പള്ളി 5.5 കിലോമീറ്റർ, പാലാരിവട്ടം 7.5 കിലോമീറ്റർ, വാഴക്കാല 4.5 കിലോമീറ്റർ, വൈറ്റില 12 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ 14 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള ഏകദേശ ദൂരം വരുന്നത്. വീടിന് മുന്നിലായി നൽകിയിരിക്കുന്നത് ടാർ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. 5 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും ഈ കാർ പോർച്ചിനകത്തായിട്ട് നൽകിയിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടുകൾ, വില്ലകൾ, ഹൗസ് പ്ലോട്ടുകൾ, കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫ്ലഡ് അഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടിൻ്റെ ദർശനം വരുന്ന കിഴക്ക് ഭാഗത്തേക്കാണ്. വീടിൻ്റെ മെയിൻ ഡോറ് വടക്ക് ഭാഗത്തേക്ക് നൽകിയിരിക്കുന്നു. ഇവിടെയാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ലിവിങ് സ്പേസ് ആണ്. മനോഹരമായിട്ടുള്ള ജനലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നതായി കാണാം. മുകളിൽ മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയർ നൽകിയിട്ടുണ്ട്. ഫാനും ലൈറ്റും എല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കായി നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ മോഡേൺ ഡിസൈനുള്ള ജനൽ ഇവിടെ നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകളും വരുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ്. അവിടെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള വാഷ് കൗണ്ടറാണ് ഇവിടെ വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ഹുഡും ഹോബും ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായും കിഴക്ക് വശത്ത് തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് കബോർഡുകളുടെ നിർമ്മാണം. കൂടാതെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെയും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. നമ്മളിനി പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഏകദേശം 12-11 വലിപ്പമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. മുകളിൽ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിട്ടുണ്ട്. ഇതാണ് മനോഹരമായിട്ടുള്ള ബാത്റൂം. സാനിറ്ററി ഫിറ്റിങ്സുകളായി വരുന്നത് സെറ എന്ന ബ്രാൻഡാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഏകദേശ സൈസ് വരുന്നത് 15-11 ആണ്. ഇവിടെയും വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ജനലുകൾക്കെല്ലാം പാനലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കും ഫാനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഭംഗിയുള്ള ഒരു ബാത്റൂം തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ വുഡൻ സ്റ്റെയർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ വരുന്നത് ടഫൺ ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഒരു എൽ ഷേപ്പിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് വരുന്നത്.
ഈ ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയയാണ്. അവിടെ ഒരു ഷാൻലിയർ താഴെ നിന്ന് നമ്മൾ കണ്ടതാണ്, അത് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വലിയ ജനൽ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെ നൽകിയിരിക്കുന്നു. അപ്പർ ലിവിങ് സ്പേസിൽ 2 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി ഏരിയ, ബാൽക്കണി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഏകദേശം 15-11 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെയായിട്ട് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇനി ഇവിടെ വരുന്നത് 4ാമത്തെ ബെഡ്റൂമാണ്. 4ാമത്തെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 12-11 മനോഹരമായിട്ടുള്ള രീതിയിലുള്ള വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അവിടെ ഒരു വർക്കിംഗ് ടേബിളും നമുക്കതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് ബാത്റൂം, ഭംഗിയുള്ള ബാത്റൂം. നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. മുകളിലൊക്കെ ടെറസിലേക്ക് പോകാനായിട്ടുള്ള അവിടെ ഒരു ഗോവണി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത്. ഇനി ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. ഭംഗിയുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. 4.6 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഫോ പാർക്കിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.